സാർ പ്രപ്പോസലൊക്കെ നോക്കിയായിരുന്നു. പ്രപ്പോസലൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഈ EPC കോൺട്രാക്ടേഴ്സ് കാരണം കുറച്ച് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ EPC കോൺട്രാക്ടേഴ്സ് ഒക്കെ എത്ര ജെന്യൂൻ ആണെന്ന് അറിയാനായിട്ട് വന്നതാണ്. അത് നല്ലതാണ് സാർ. ഏത് കോൺട്രാക്ട് സൈൻ ചെയ്താലും നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ചും മറിച്ചും അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു സാർ എന്തിനെ കുറിച്ചാണ് അറിയാനുള്ളത്? ഫസ്റ്റ് ഈ EPC കോൺട്രാക്ടേഴ്സ് കാരണം ഈ പ്രോജക്റ്റ് 1 ലാഗ് ആകുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സബ്സിഡി ഇല്ലാണ്ടാവുകയും അതുപോലെ ഈ പാതി വഴിയിൽ കളഞ്ഞിട്ട് പോയി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ EPC കോൺട്രാക്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വൈദ്യുതി EPC കോൺട്രാക്ടിനെ ചൂസ് ചെയ്യുന്ന സാധനം പറഞ്ഞിരുന്നല്ലോ. എന്നാൽ പൊതുവെ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തായാലും ഞാൻ സാധനം പറഞ്ഞുതരാം. ഒന്നാമത്തേത് പ്രോപ്പർ ലൈസൻസും സർട്ടിഫിക്കേഷൻസും. പ്രോപ്പർ ലൈസൻസും സർട്ടിഫിക്കേഷൻസും ഇല്ലാത്ത EPC കോൺട്രാക്ടേഴ്സ്, അതായത് ഒരു പ്രോജക്റ്റ് നടത്തണമെങ്കിൽ അതിൻ്റെതായ ലൈസൻസും സർട്ടിഫിക്കേഷൻസും വേണം. അതുപോലെ സബ്സിഡീസും മറ്റുമായി ഗവൺമെന്റ് എൻറ്റിറ്റീസ് ആയ അനേർട്ട് പോലെയുള്ള ഓർഗനൈസേഷനിൽ എംപാനൽഡ് ആയ കമ്പനീസ് ആണെന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തേത് ലോ ബിഡ് ചെയ്യുന്നവർ. കുറഞ്ഞ കോസ്റ്റിലുള്ള പ്രപ്പോസൽ സൂക്ഷിക്കണം. കാരണം അവിടെ മെറ്റീരിയൽസിലോ ലേബറിലോ ക്വാളിറ്റി കുറവ് വരുത്തിയായിരിക്കും അവർ പ്രോജക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കോൺട്രാക്ടേഴ്സിനെ സൂക്ഷിക്കേണ്ടതാണ്. മൂന്നാമത്തേത് കോൺട്രാക്ട് പെട്ടെന്ന് സൈൻ ചെയ്യുവാനും പ്രഷർ ചെയ്യുന്നവരെ സൂക്ഷിക്കണം. അത് പറയാതെ തന്നെ സാറിന് മനസ്സിലാകും. ഇതിന്റെ മെയിൻ കാരണം നമ്മൾ പ്രപ്പോസലിലെ സ്കാമുകൾ ശ്രദ്ധിക്കാതെ പോകും. നാലാമത്തേത് പ്രപ്പോസലിൽ എല്ലാ ഡീറ്റെയിൽസും വ്യക്തമാണെന്ന് നോക്കണം. അതായത് നമ്മൾ നേരത്തെ പ്രപ്പോസലിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം കൃത്യതയോടെ തരുന്ന പ്രപ്പോസൽ മാത്രമേ സെലക്ട് ചെയ്യാവൂ. പ്രപ്പോസൽ എന്തെങ്കിലും മിസ്സായാലോ അല്ലെങ്കിൽ വേഗമായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നാലോ അതിൽ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. പിന്നെ EPC കോൺട്രാക്ടേഴ്സിന്റെ ഗൂഗിൾ റിവ്യൂ അതുപോലെ തന്നെ ക്ലയന്റ് റെഫറൻസ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോൺട്രാക്ടേഴ്സ് എത്രമാത്രം ജെന്യൂൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ EPC കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുന്നത് ഈ ക്രൈറ്റീരിയാസ് മാത്രം വെച്ചിട്ടാണോ? അതെ സാർ. പക്ഷേ ഇത് മാത്രമല്ല, നമ്മൾ അവർ തരുന്ന പ്രപ്പോസൽ എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടേംസ് ഉണ്ടോ എന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ച് അതിനുശേഷമാണ് നമ്മൾ ഓരോ EPC കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുന്നത്. ഈ മിസ്ലീഡിംഗ് ടേംസ് എന്ന് പറയുന്നത് ഈ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വേണ്ടി വെച്ചിരിക്കുന്ന വാക്കുകളല്ലേ? പ്രപ്പോസലിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളുണ്ട്. അതിലൊരു ഉദാഹരണമാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. ഈ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പ്രപ്പോസൽ തന്നിട്ടുള്ള കോസ്റ്റിനേക്കാളും അധികം ആവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഫിക്സഡ് കോസ്റ്റ് അങ്ങനെയല്ല. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഒരു ക്ലിയർ കട്ട് കോസ്റ്റ് ആണ്. അതിന് ₹1 പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തില്ല. മറ്റൊന്നാണ് വർക്ക്മാൻഷിപ്പ് വാറന്റി. ഈ വാറന്റി കുറഞ്ഞ കാലയളവ് മാത്രമാണെങ്കിൽ അവിടെ പ്രോജക്റ്റിന്റെ ക്വാളിറ്റിയിൽ കുറവുണ്ടെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ കുറച്ച് ഡീൽസും ഓഫേഴ്സും പ്രപ്പോസൽ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അതായത് അപ് ടു 25% സേവിങ്സ് ഒക്കെ എന്നാണെങ്കിൽ ഈ അപ് ടു എന്ന വാക്കിന് 0 മുതൽ 25 വരെ ഇതിന്റെ ഇടയിലാണ് സേവിങ്സ് വരുന്നത്, അല്ലാതെ 25% കിട്ടുമെന്നല്ല. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഡീൽസ്, ലിമിറ്റഡ് ടൈം ഓഫർ എന്നൊക്കെ കാണിച്ച് നമ്മളെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പ്രഷർ ചെയ്യിച്ചാൽ അത് ഒടുക്കം വലിയ സ്കാമിലേക്ക് തന്നെ നമ്മളെ കൊണ്ട് എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട്.